വാഴക്കൊച്ചാലി. ഞാൻ ബിനോയോടും മേരിക്കുട്ടിയോടും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് പറഞ്ഞ് പിള്ളേർ ഇന്നൊരു തീരുമാനം എടുത്താ അവന് എടുത്ത് വരാമെന്ന്. വലിയ തിരുമേനി ഞാനും കാലം ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ഒന്ന് നടന്ന് കാണണം. ഞാനേ വിനോദോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മച്ചി പറഞ്ഞായിരുന്നു തോമാച്ചൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ നമുക്ക് വേറെ ആലോചിക്കാം. കുട്ടിയുടെ പെണ്ണായി നിനക്കപ്പുറം വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയുകയല്ല ഞങ്ങൾക്ക്. എന്നതാടി അന്നമ്മോ, ഇന്ന് നമ്മൾ ഇതിനൊക്കെ തീരുമാനിക്കും. പിന്നെ കുഞ്ഞിന് കഴിക്കാനോ കുടിക്കാനോ എന്നാന്ന് വെച്ചാ തൊട്ടുകൊണ്ട് കൊച്ചുമാന്റെ കല്യാണം ഒന്ന് കൂടാമെന്നാ വിചാരിക്കുന്നത്. അതിന് മുന്നേ മേലോട്ടക്കാലം കെട്ടിയെടുക്കുവോ? വിളിച്ചാലും ഞാൻ മനസ്സില്ല. ഞാനാരാ പുള്ളി? അപ്പച്ചന്റെ പുന്നാര പോലെ ആദം തോട്ടം കുട്ടിപ്പാൽ അകലികൾ കട്ടിപ്പാലായി. അപ്പച്ചന്റെ പുന്നാര മോളി കേട്ടോ എല്ലാം ഓർക്കാപ്പുറത്തൊക്കെ ഒരു വലിയ പറ്റിയേ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പച്ചൻ അത് കേട്ടാ മതി. ആരാടാ പണയം വെക്കാൻ വന്നാണോ? ഇത് എന്റെ ഒപ്പം പഠിച്ച, ഒപ്പം താമസിക്കുന്ന, ഒപ്പം ജോലി ചെയ്യുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് സച്ചിദാനന്ദൻ. നമസ്കാരം കുഞ്ഞെ. നമസ്കാരം. നാട്ടുകാർ പിശാചി പത്രോസ് എന്നും ബ്ലേഡ് പത്രോസ് എന്നും ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സിംഗൽ തോമാ മകൻ. മക്കളെ, ഇനി ഇതിന്റെ ഒരു ഫോട്ടോയും കൂടെ വെക്കും ഞാൻ. എന്റെ മക്കത്തില്ല. ഇതെന്റെ വലിയ പച്ചി. അല്ല, അപ്പച്ചനെ പരിചയപ്പെടുത്തരാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ. ഇത് എന്റെ പപ്പ ക്യാപ്റ്റൻ രഞ്ജി പീറ്റർ. ഇത് എന്റെ മമ്മ സിസിലിയ. പട്ടാളക്കാരനാവണം, രാജ്യത്തെ സേവിക്കണമെന്നൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നേ. ഒറ്റ മോനായിരുന്നു. എതിർത്ത് നോക്കി വിധിയോടൊന്നും എതിർത്തിട്ടൊന്നും ഒക്കെയായി. ഈ നാട്ടിൽ ഉത്സവ പാലായി പെണ്ണ് കണ്ടിച്ചേ. പട്ടാളക്കാരന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് വല്ലാത്ത കണ്ടത്ത് സൂക്ഷിച്ചവളാ. ഇവനെ പ്രസവിക്കാനായിട്ട് ഇവിടെ വന്നു. 2-3 മാസം കഴിഞ്ഞപ്പോ ഭാര്യയെ കുഞ്ഞിനെ കൊണ്ട് പോകാനപ്പം വന്നു. മോനെ ഞങ്ങള് വളർത്തിക്കൊള്ളാൻ വന്നൊരു ഭാഷ ഞാനും ഇനിയാനും കൂടി ചേർത്തെടുത്തു. അങ്ങനെ ഇവരെ ഞങ്ങള് വളർത്തിയേ. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോ ഇവിടെ വന്നില്ല.
അവിടെ പ്രസവിച്ചു. റോസി അവൾക്ക് 3 വയസ്സുള്ളപ്പോ 2 മാസത്തെ ലീവിന് വന്നിട്ട് പോയതാ. 6 മാസം കഴിഞ്ഞ് വരുന്നത് 2 ശവപ്പെട്ടിയാ. ആരോ കൊന്നു അന്യനാട്ടിലിട്ട് എന്റെ മോനെ. എന്തിന്? അറിയില്ല പക്ഷേ അറിയില്ല. അതിനുശേഷം ഞങ്ങളൊരു നിധിക്ക് കാവലിരിക്കുക. തോമാറ്റനെ കാത്തിരിക്കാനും കരുതി വെക്കാനും കാവലിരിക്കാനും ഞങ്ങൾക്ക് ഇവൻ മാത്രം. അന്നമ്മോ കരയല്ലേ കരയല്ലേ, കുഞ്ഞിന് വിഷമം വരും. കരയല്ല കേട്ടോ. അത്തോട്ടിയല്ലേ അത്താഴം മോശമാക്കണ്ട കേട്ടോ. ഇല്ല കേട്ടോ. സങ്കടങ്ങൾ നുള്ളിപ്പെറുക്കുമ്പോ മനസ്സ് തുളുമ്പിപ്പോകും മക്കളെ. അതാ മോനിതൊന്നും കാര്യമാക്കി എടുക്കണ്ട. സത്യനാനന്ദൻ നടക്കട്ടെ. തോമ, നിന്റെ പെങ്ങൾ അറിയില്ല. മിസ്സിങ്ങാ. എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാ. 3 വയസ്സുണ്ട് അവസാനം അവളിവിടെ വരുമ്പോ. ചാച്ചാന്നാ വിളിക്കുക എന്നെ. ആ 2 മാസം ഈ പറമ്പിൽ ഞങ്ങൾ കളിച്ച് തിമിർത്തു. രാത്രിയിൽ പെണ്ണെൻ്റെ ഒപ്പേ കിടക്കും. ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോ ചാച്ചനെ ഒപ്പം കൂട്ടണമെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ നിലവിളിച്ച് കരഞ്ഞു. എന്റെ ഓർമ്മകളിലെ പെങ്ങൾ അനുഭവം. ആ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളിലും ഞാൻ എന്റെ സഹോദരിയെ തേടുകയാണ്. ഇതെന്നതാന്നേ രണ്ടാളും ഇഞ്ചിന്ന് കൊരങ്ങിനെ പോലെ നിൽക്കുന്നേ. ഹായ് സച്ചി, ഞാൻ ക്ലാര. തോമ എന്നോട് തന്നെ പറ്റി പറഞ്ഞായിരുന്നു. ഇവൻ കെട്ടാൻ പോണ പെണ്ണാന്നേ. പ്രണയവാ ഞങ്ങൾ തമ്മിലേ. ഇവൻ ഏതാണ്ട് 10 വയസ്സുള്ളപ്പോ തുടങ്ങിയതാ. ഇവന് നാട്ടിൽ പോയാ. ഇവൻ ഞങ്ങൾ പെൺകുട്ടികൾ നിൽക്കുന്നിടത്തേക്ക് ധൂപം വീശിക്കൊണ്ട് വരും. എന്റെ നേരെ നോക്കുമ്പോ ഞാനിവനെ നോക്കി കണ്ണടച്ച് കാണിക്കും. ഈ പൊട്ടൻ ചിരിക്കും. അശ്രദ്ധയോടെ നിൽക്കുന്ന ആൾക്കാരെ പാരുന്ന് എന്നും അച്ഛന്റെ ഒരു ദിവസം ഇവൻ എനിക്ക് നേരെ ധൂപം വീശിക്കൊണ്ട് വന്നപ്പോ ആരും കേൾക്കാതെ ഞാൻ ഇവനെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു. ഈ പൊട്ടൻ ആൾക്കാരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഐ ലവ് യു ടു. അങ്ങനെ ഇടവക മുഴുവൻ ഞങ്ങളുടെ പ്രേമം അറിഞ്ഞു. 15 വർഷമായിട്ട് പ്രേമിക്കുവാ. മടുക്കേ കൊല്ലും ഞാനിവനെ. ദേ കല്യാണത്തിനൊരു ദിവസം നീ തീരുമാനിക്കണം. ഇന്ന്. അതാ തിരുവനന്തപുരത്തുള്ള ചുറ്റിക്കളി ഉണ്ടാടാ. റിയലി യു ആർ ലക്കി. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പ്രണയിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടു ചങ്ങാതി. ഡിന്നർ ടേബിളിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് ഇരുപുറവും ഇരുന്ന് നമ്മളൊരു തീരുമാനമെടുക്കും. ഞാനെന്ന മണവാട്ടിയെ മകുടം ചാർത്തുന്നത് നമ്മുടെ മിന്നുകെട്ട് കിരീടവാഴ്വ് മന്ത്രകോടി അണിഞ്ഞ് സങ്കീർത്തനത്തിലെ ബത്സബയെ പോലെ ഞാൻ നിന്റെ സന്തോഷം രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും. ക്ലാര, എത്ര ഹൃദ്യമായ പ്രണയം. നീ എന്തിനീ സ്നേഹത്തെ വച്ച് താമസിപ്പിക്കണം?
പ്രായപൂർത്തിയായ ശേഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പപ്പായും അമ്മയും വെടിയേറ്റ് മരിച്ച വീട്ടിൽ പോയി. അവരുടേതൊരു കൊലപാതകമായിരുന്നെന്നും കാണാതായ കൂടപ്പിറപ്പ് ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ എനിക്ക് ചില സൂചനകൾ കിട്ടി. ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഞാൻ എന്റെ പപ്പാടെയും അമ്മയുടെയും കല്ലറയ്ക്ക് മുന്നിൽ നിന്നൊരു പ്രതിജ്ഞ എടുത്തു. എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരനായി ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുന്നിലെത്തുമെന്ന്. എനിക്കത് സാധിക്കണം. എനിക്കത് സാധിക്കണോടാ. എനിക്കത് ചെയ്യണം.